ക്ലോക്കിൽ 6 അടിച്ചപ്പോൾ അവൾ ആലസ്യത്തോടെ മിഴികൾ വലിച്ചു തുറന്നു. രാത്രി എപ്പോഴും ഉറങ്ങിപ്പോയതാണ്. അല്ലെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് എപ്പോഴെങ്കിലും ഉറങ്ങിയാലായി. പഴയ തൻ്റെ ഒരു നിഴൽ രൂപം മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്ന് അവൾക്കറിയാം. ഒരുപാട് ദുഃഖങ്ങൾ ഒരുമിച്ച് ദൈവം തന്നപ്പോൾ കൂടെ സന്തോഷിക്കാൻ ഒന്നുകൂടി തന്നിരുന്നു. ആ ഓർമ്മയിൽ അവളുടെ ചുടികളിൽ ഭംഗിയുള്ള ഒരു പുഞ്ചിരി വിടർന്നു. വർഷങ്ങൾക്ക് മുന്നേയുള്ള ലച്ചുവിൻ്റെ അതേ കുസൃതിയും കുറുമ്പും നിറഞ്ഞ പുഞ്ചിരി. മെല്ലെ തലചിരിച്ച് നോക്കിയപ്പോൾ കണ്ടു പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഒരു ഇളം പുഞ്ചിരിയോടെ കിടക്കുന്ന മിഴിമോളെ. കൈ രണ്ടും ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഏതോ സ്വപ്നത്തിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്കിയാണ് ആ ചുണ്ടിലുള്ള പുഞ്ചിരി. ഉണരുമ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ ഇന്ന് മുഴുവൻ ആ കഥയും പറഞ്ഞ് പുറകെ നടക്കും. അവളൊരു ചിരിയോടെ ഓർത്തു. ആ കുഞ്ഞു നെറ്റിൽ വീണ് കിടന്ന മുടിയഴകൾ ഒതുക്കി വെച്ച് അവൾ മെല്ലെ അവിടെ ചുംബിച്ചു. അതറിഞ്ഞ പോലെ മിഴി ഒന്നുകൂടി ചുരുണ്ടുകൂടി കിടന്നു. പുതപ്പ് ആ കുഞ്ഞു മേനിലേക്ക് ഒന്നുകൂടി വലിച്ചിട്ട് അവൾ എഴുന്നേറ്റു. വീഴാതിരിക്കാൻ 2 സൈഡിലും പില്ലോ വെച്ച് ഒന്നുകൂടി മോളുടെ കവിളിൽ ഉമ്മ വെച്ച് അവൾ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ കയറി. പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടു ഇന്നലത്തെ കരച്ചിലിൻ്റെ അവശേഷിപ്പായി വീർത്തിരിക്കുന്ന കൺപോളകൾ. ശക്തിയിൽ 3-4 തവണ മുഖത്തേക്ക് വെള്ളമടിച്ചു അവൾ നിന്ന് കിതച്ചു. തൻ്റെ മുഖമൊന്ന് വാടികൾ നേറുന്ന 3 മനസ്സുകളുള്ളത് കൊണ്ട് അവൾ പതിവ് പുഞ്ചിരി മുഖത്തണിഞ്ഞു. റൂമിൻ്റെ ഡോർ മെല്ലെ ചാരി ഹാളിലെത്തി ലൈറ്റിട്ടു. ആരും എഴുന്നേറ്റിട്ടില്ല. അടുക്കളയിൽ ചെന്ന് ഒരു കട്ടനിട്ട് ഹാളിലെ ബാൽക്കണിയിൽ വന്ന് നിന്നു. ഉയർന്നിൽക്കുന്ന ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അവൾ ചുറ്റും നോക്കി. വെളിച്ചം വീണു തുടങ്ങുന്നതേയുള്ളൂ. റോഡിലൂടെ വളരെ കുറച്ച് വണ്ടികൾ പോകുന്നുണ്ട്. ചില ഫ്ലാറ്റുകളിൽ ലൈറ്റ് കാണുന്നുണ്ട്. അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഗാർഡനിൽ കുറച്ച് പേര് നടക്കുന്നുണ്ട്. മോർണിംഗ് വാക്ക് എന്ന പേരിലുള്ള സൗഹൃദ സംഭാഷണങ്ങൾ പൊട്ടിച്ചിരികൾ ഉയർന്നു കേൾക്കാം. സാധാരണ ആ കൂട്ടത്തിൽ അച്ഛനും ഉണ്ടാവാറുള്ളതാണ്. ഇന്ന് മടി പിടിച്ച് കിടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ രാവിലെ അച്ഛനെ കുത്തിപ്പൊക്കെ എഴുന്നേൽപ്പിച്ച് നടക്കാൻ വിടുന്നതാണ് അമ്മയുടെ പണി. മലമറിക്കാൻ ഇത്രയും പണിയില്ലെന്ന് ഇടക്കമ്മ പറയുന്ന കേൾക്കാം. കട്ടിനൂതി കുടിക്കുന്നതിനിടെ അവൾ ഓർത്തു. ഒരു വേള അവളുടെ കണ്ണുകൾ ഗേറ്റിലേക്ക് നീണ്ടു. ഒരു ബ്രൗൺ കളർ ഡസ്റ്റർ ഗേറ്റിൽ വന്ന് ഹോണടിക്കുന്നു. സെക്യൂരിറ്റി ആയിട്ട് എന്തോ സംസാരിക്കുന്നത് കണ്ടു. ഇത്രയും രാവിലെ ആരാണെന്നറിയുള്ള ആകാംക്ഷയിൽ അവൾ അങ്ങോട്ടേക്ക് മിഴികൾ നട്ടു. സെക്യൂരിറ്റി തുറന്നു കൊടുത്ത ഗേറ്റിലൂടെ ആ കാർ ഉള്ളിലേക്ക് പ്രവേശിച്ച് പാർക്കിങ്ങിൽ നിർത്തി. ലച്ചു ഒന്നുകൂടി താഴേക്ക് നോക്കുന്നതിനിടയിൽ ആ വിളി കാതിലേക്ക് പതിച്ച് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. മുടി വാരിക്കെട്ടിക്കൊണ്ട് ഒരു സ്ത്രീ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ഐശ്വര്യമുള്ള ആ മുഖത്ത് സ്വതവേയുള്ള പുഞ്ചിരി ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് അമ്മേ. ബാൽക്കണിയിൽ നിന്ന് ഹാളിലേക്ക് ആയിരിക്കും അവൾ പറഞ്ഞു. ഗുഡ് മോർണിംഗ് മോളെ. മോളിൽ നേരത്തെ എഴുന്നേറ്റോ? എന്തുപറ്റി? ഉറക്കം ശരിയായില്ലേ? പരന്നു കിടക്കുന്ന അവരുടെ മുടികൾ ഒതുക്കി വെച്ചുകൊണ്ട് അവർ ചോദിച്ചു. ഏയ് അതൊന്നല്ല അമ്മ, ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റാ. ഇന്നലെ ഇന്റർവ്യൂ. മോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ബഹളായിരിക്കും. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് പ്ലേ സ്കൂളില്ലല്ലോ. ഞാൻ ഇറങ്ങുമ്പോൾ കൂടെ വരെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അവളൊരു ചിരിയോടെ പറഞ്ഞു. ആ അതും ശരിയാ. ആ കാന്താരി എഴുന്നേറ്റാ പിന്നെ ഈ വീട് തിരിച്ചു വെക്കും. കുറുമ്പത്തി. അവരുടെ വാക്കുകളിൽ മിഴിമോളോടുള്ള വാത്സല്യം നിറഞ്ഞു നിന്നിരുന്നു. അമ്മ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. അവിടെ എല്ലാ തോന്നിയാസിനും നിങ്ങൾ രണ്ടുമാണ് സപ്പോർട്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് എന്നെ കേൾക്കെ ചുമ്മാ വഴക്ക് പറയുന്ന പോലെ അഭിനയിക്കും. നിങ്ങളുടെ ഒളിച്ചുകളിയൊന്നും ഞാൻ അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട. അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. കുഞ്ഞല്ലേ മോളെ, ഇപ്പൊക്കെയല്ലേ ഇങ്ങനെ വികൃതി കാണിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളായ ഇത്തിരി കുസൃതിയും കുറുമ്പൊക്കെ വേണം. എന്നാലേ ഒരു ഓളുണ്ടാവുള്ളൂ. ഈ നനഞ്ഞിരിക്കുന്ന പിള്ളേരൊന്നും കാര്യമില്ല. നീ നല്ല കടുക് പൊട്ടിത്തെറിച്ച പോലത്തെ സ്വഭാവം വേണം. ഫ്രിഡ്ജിൽ നിന്നും പച്ചക്കറികൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് അവർ പറഞ്ഞു. കടുകല്ല, ആറ്റബോമിന് കയ്യും കാലം വെച്ച മുതലാണ്. 3 വയസ്സേ ആയിട്ടുള്ളൂ. അവിടെ ചില നേരത്തെ വർത്താനം കേട്ടാലേ ഞാൻ പോലും അന്തം വിട്ടു. കുറുമ്പ് കുറച്ച് കുറേ പ്ലേ സ്കൂൾ വിട്ടപ്പോൾ അവിടെ എന്നും അടിയുണ്ടാക്കും. ആ ടീച്ചറുടെ പരാതി കിട്ടി ഞാൻ മടുത്തു. ഇവൾ ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നു. ഒരു നെടുവീർപ്പോടെ ലച്ചു പറഞ്ഞു. അല്ലെങ്കിലും അവള് ഞങ്ങളുടെ ആൺകുട്ടിയാ. പെൺപിള്ളേർക്ക് അടക്കമൊതുക്കൊക്കെ ഉണ്ടായിട്ട് എന്തിനാ? അലമാരിയിൽ വെക്കാനാണ്. അത്യാവശ്യം സാമർത്ഥ്യമൊക്കെ വേണം. നിനക്കതില്ലെങ്കിലും എൻ്റെ മോൾക്ക് അത് ധാരാളം ഉണ്ട്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. ഓ ആയിക്കോട്ടെ. ഇനി സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കുമ്പോൾ യുവമിഥുനങ്ങൾ രണ്ടും കൂടെ പോയാൽ മതി. പരാതിയൊക്കെ എന്നെ വിളിക്കണ്ട. അവൾ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖഭാവം കണ്ട് അവർ ചിരിച്ചു. വല്ലപ്പോഴുമാണ് അവൾ ഇങ്ങനെ സന്തോഷത്തോടെ കാണുന്നത്. അതൊരു തരത്തിൽ അഭിനയമാണ്. സ്വന്തം വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടുള്ള അഭിനയം. അമ്മ എന്താ ആലോചിക്കുന്നേ? ഇവിടെ ഒന്നും അല്ലേ? പുറകിൽ കൂടെ കെട്ടിപ്പിടിച്ച് അവരുടെ തോളിൽ മുഖം വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല എൻ്റെ ലച്ചുവേ. മോള് പോയി കുളിക്കാൻ നോക്ക്. ബാക്കിയൊക്കെ അമ്മ ചെയ്തോളാം. നേരം വൈകാൻ നിൽക്കണ്ട. നിന്റെ നിർബന്ധമല്ലേ ഒരു ജോലി വേണമെന്നുള്ളു. ഞാനും അച്ഛനും എത്രയൊക്കെ പറഞ്ഞതാ. കേക്കില്ലല്ലോ പെണ്ണ്. അവരവിടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. വേണമ്മേ, ഇപ്പൊ ഒരു ജോലി അത്യാവശ്യമാണ്. മോള് വളർന്നു വരില്ലേ. ആവശ്യങ്ങൾ കൂടി നീ എത്രയാന്ന് വെച്ചാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അവൾ തലകുമ്പിട്ടോട് പറഞ്ഞു. മതി, നീ ഞങ്ങൾ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? നീയും മോളും ഞങ്ങൾക്ക് ഭാരാണോ ലച്ചു? ആരോരും ഇല്ലാത്ത ഞങ്ങൾ 2 വയസ്സന്മാർക്ക് സ്വന്തം എന്ന് പറയാനുള്ളത് നിങ്ങൾ 2 പേരും മാത്രം.
അതോ ഞങ്ങൾക്ക് മാത്രമാണോ നിങ്ങൾ സ്വന്തം? നിന്റെ മനസ്സിൽ ഞങ്ങൾ ഇപ്പോഴും അന്യരാണോ? ഇടറിക്കൊണ്ട് അവർ വാക്കുകൾ കൂട്ടിച്ചേർത്തു. ആ തുടങ്ങി കണ്ണീർ നായിക. എൻ്റെ അമ്മ, ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ എൻ്റെ മോളും എൻ്റെ ഈ പഞ്ചാര അമ്മയും പിന്നെ എൻ്റെ ഈ മടിയൻ അച്ഛനും മാത്രമേ ഉള്ളൂ. അല്ല, പറഞ്ഞ പോലെ പ്രഭാകരൻ എണീറ്റില്ലാവോ? ഇന്നും മടി പിടിച്ച് കിടന്നല്ലേ? അവൾ എളിയിൽ കൈകുത്തിക്കൊണ്ട് ചോദിച്ചു. അച്ഛൻ്റെ പേരെടുത്ത് വിളിക്കുന്ന കാന്താരി, നിന്റെ ഈ കുറുമ്പ മോൾക്ക് കിട്ടിയേക്കണേ. അവരവളുടെ ചെവിയിൽ നോവിക്കാതെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, സീറ്റ് ഹാർട്ട് പറഞ്ഞപ്പോൾ പിടിച്ചില്ല മായക്കുട്ടിക്ക്. നമ്മളൊന്നും പറയാനില്ലേ? വയസ്സായി രണ്ടിനും, എന്നിട്ട് പ്രേമത്തിനൊരു കുറവുമില്ല. എൻ്റെ മോളിതൊക്കെ കണ്ട് സ്കൂളിൽ ചെന്ന് എത്തേണ്ടതിനെ പ്രേമിക്കാവോ? അവൾ നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി പറഞ്ഞു. മായ ഒരു നാണത്തിൽ ചാലിച്ച പുഞ്ചിരി അവൾക്ക് നൽകിക്കൊണ്ട് തിരിഞ്ഞു. ലച്ചു അത് കണ്ട് ചിരിയോടെ മുറിയിലേക്ക് നടന്നു. അകത്ത് കയറി ഡോറടച്ചപ്പോൾ അത്രയും സമയം അവൾ അണിഞ്ഞ വേഷം അയച്ചു വെച്ചിരുന്നു. കണ്ണുകൾ ഇറുക്കിയടച്ച് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ നിന്നു. കാട്ടിലിൽ ഒന്നറിയാതെ കിടക്കുന്ന മിഴിമോളിലേക്ക് ഒരു നോട്ടം വീണപ്പോൾ ആ ഉള്ളു തണുക്കുന്ന അവൾ അറിഞ്ഞു. മോളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൾ കുളിക്കാൻ കയറി.